അന്ന് വൈകുന്നേരം ഈ പറയുന്ന കാൽപ്പാടുകളുടെ നിർമ്മാതാവായ രാമൻ നമ്പ്യത്തും സംവിധായകൻ KS ആൻ്റണിയും MP ശ്രീനിവാസനെ കാണാൻ വന്നു. സ്വാഭാവികമായിട്ടും വരുമ്പോൾ ചോദിക്കുമല്ലോ, ഇന്ന് ആ പയ്യൻ വന്നിരുന്നല്ലോ, അഗസ്റ്റിൻ ജോസഫിൻ്റെ മോൻ വന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ MBS പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് ആൻ്റണി, നിങ്ങൾ രണ്ടാളും നല്ലൊരു ഗായകനെ തന്നെയാണ് കണ്ടെത്തിയത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ തരുന്നു. അത്ഭുത ഗായകനാണ് അവൻ, നമുക്കവനെ ഉപയോഗപ്പെടുത്തണം. ആ പയ്യൻ ചിലപ്പോൾ ചരിത്രം സൃഷ്ടിക്കും. ആലോചിച്ച് ഒരു സംഗീത സംവിധായകൻ ഹിന്ദിയിലും കർണാട്ടിക്കിലും അല്ലെങ്കിൽ നാടകത്തിലും ഒക്കെ ഉള്ള 3 പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ പയ്യൻ ചിലപ്പോൾ സംഗീത രംഗത്ത് ചരിത്രം സൃഷ്ടിക്കും എന്നാണ് MP ശ്രീനിവാസൻ പറഞ്ഞത്. ആ വാക്ക് പൊന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നടന്നതൊക്കെ രാമൻ നമ്പ്യത്തിനും KS ആൻ്റണിക്കും MP ശ്രീനിവാസൻ വിവരിച്ചു കൊടുത്തു. റെക്കോർഡിംഗ് സമയത്ത് യേശുദാസിനെ മദ്രാസിൽ വരുത്താനുള്ള കാര്യങ്ങൾ ചട്ടം കെട്ടിയിട്ട് MP ശ്രീനിവാസൻ പിറ്റെന്നോ അതിൻ്റെ പിറ്റെന്നെന്തോ മദ്രാസിലേക്ക് യാത്രയായി. മാസങ്ങൾ പലതും കടന്നുപോയി. എന്തായി കാര്യങ്ങൾ എന്ന് തിരക്കാൻ അഗസ്റ്റിൻ ജോസഫിൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്നതുമില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് ഒരനക്കവുമില്ല. അപ്പോൾ രാമൻ നമ്പ്യത്തിനോ KS ആൻ്റണിയോ കണ്ടിട്ട് എൻ്റെ മകൻ്റെ കാര്യം എന്തായി, അന്ന് MP ശ്രീനിവാസൻ്റെ മുമ്പ് പാടി, പിന്നെ ആരും വിളിച്ചില്ല എന്ന് ചോദിക്കാനൊരു ആത്മാഭിമാനം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. സന്തോഷവും സന്താപവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെയായി ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറി. മകൻ ഗാനഭൂഷണം പാസ്സായി, ഒരു ജോലി സമ്പാദിക്കാനായില്ല. സംഗീതഭൂഷണം പഠിക്കാൻ പോയിട്ട് പാതി വഴിക്കിട്ട് നിർത്തുകയും ചെയ്തു. സിനിമയിൽ ചാൻസ് കിട്ടുമെന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി എങ്കിലും ഒന്നും ഒരിടത്തും എത്തിയില്ല. കാരണം വീട്ടിലെ മൂത്ത പയ്യനാണ്, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കേണ്ട മൂത്ത പയ്യനാണ്. അതിൻ്റെ കൂട്ടത്തിൽ അഗസ്റ്റിൻ ജോസഫിനാണെങ്കിൽ അസുഖങ്ങളും ബാധിച്ച സമയമായിരുന്നു. ചിങ്ങമാസം എത്തി. പഞ്ഞമാസം പോയെങ്കിലും മട്ടാഞ്ചേരിയിലെ കാട്ടാശ്ശേരിയിൽ പഞ്ഞമാസം തന്നെയായിരുന്നു ചിങ്ങമാസവും. ഓണക്കാലമാണ്, ആഘോഷ ദിനങ്ങളാണ്. പക്ഷേ അതിനൊന്നുമുള്ള പാങ്ങില്ല. ഒപ്പം യേശുദാസിനും നല്ല പനി പിടിച്ച് കിടക്കുകയാണ്. എങ്ങനെയോ അച്ഛനെ പോലെ അച്ഛനും കിടപ്പാണ്, യേശുദാസിനും നല്ല പനി പിടിച്ചു ആ ചിങ്ങമാസത്തിൽ. ബീച്ച് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ കിടപ്പിലായതാണ് അച്ഛൻ. ഇവിടേക്കാണ് ഒരു സന്തോഷ വർത്തമാനം വന്നത്. മദ്രാസിലെത്താനുള്ള അറിയിപ്പാണ് ടെലഗ്രാം രൂപത്തിൽ എത്തിയത്. ടെലഗ്രാം രൂപത്തിൽ മദ്രാസിലെത്താനുള്ള ഇത് വന്നു, വാർത്ത വന്നു, വിവരം വന്നു. പക്ഷേ എങ്ങനെ പോവും? കാശ് വേണ്ടേ? 10 പൈസ കയ്യിലില്ല. അച്ഛനാണെങ്കിൽ കിടപ്പും, നാടകമൊന്നുമില്ല. മദ്രാസിലേക്ക് അന്ന് ടിക്കറ്റ് ആണെങ്കിൽ 18 രൂപ വേണം ടിക്കറ്റ് എടുക്കാൻ. എറണാകുളത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് മദ്രാസിലെത്താൻ 18 രൂപ വേണം. പിന്നെ ഭക്ഷണം, താമസം എല്ലാം കൂടി കുറച്ച് കാശുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. എന്തായാലും പൈസ വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, ഞാൻ പോയിരിക്കുമെന്ന് യേശുദാസ് തീരുമാനിച്ചു. അമ്മച്ചിയോട് ചോദിച്ചു, വല്ലതും അമ്മച്ചിയുടെ കയ്യിൽ തടഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടിയൊക്കെ നോക്കി പറക്കി, നുള്ളി പറക്കി എല്ലാം കൂടി ഒരു 4 രൂപ കയ്യിൽ കൊടുത്തു. അതാണ് ആകപ്പാടെ പിന്നണി ഗായകനായി പോകാനുള്ള മൂലധനം. ട്രെയിനിനാണെങ്കിൽ സമയമായി വരുന്നു. അപ്പോൾ ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അന്ന് മദ്രാസിലേക്ക് പുറപ്പെടാൻ. അങ്ങനെ മദ്രാസിലേക്ക് പോകാനായിട്ട് ഉള്ള പെട്ടിയിൽ ഉള്ള ഡ്രസ്സും ഒക്കെ എടുത്ത്, 2-3 ഉടുപ്പൊക്കെ ഉള്ളൂ, അതൊക്കെ എടുത്ത് പെട്ടിയിലൊക്കെ വച്ച് പിന്നണി ഗായകനാകാൻ പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴാണ് സുഹൃത്ത് ആശംസ പറയാനായി കരുവേലിപ്പടി കാരൻ മത്തായി എന്ന് പറഞ്ഞ സ്വന്തമായി ടാക്സി കാറുള്ള സുഹൃത്ത് വരുന്നത്. അതാണ് നിമിത്തങ്ങളെന്ന് പറയുന്നത്, ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നേ. അപ്പോൾ ഈ കരുവേലിപ്പടിക്കൽ മത്തായി എന്ന് പറയുന്ന സുഹൃത്ത് വന്നപ്പോൾ പറഞ്ഞു, സുഹൃത്ത് വരുമ്പോൾ കാണുന്നത് യേശുദാസ് പോകാനായിട്ട് റെഡിയാവുകയാണ്. പോകാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി സ്റ്റേഷനിലാക്കാം, അതെൻ്റെ വക എന്നായി മത്തായി. എൻ്റെ കാറിൽ കൊണ്ടാക്കാം റെയിൽവേ സ്റ്റേഷനിൽ, അത് സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എൻ്റെ വക സംഭാവന എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. മത്തായിയുടെ ടാക്സിയിൽ കയറി യേശുദാസ് നിശബ്ദനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. മത്തായി എന്തൊക്കെയോ കാറിലിരുന്ന് പറഞ്ഞപ്പോഴും ഈ സിനിമയിൽ പിന്നണി പാടാനുള്ള അവസരം കിട്ടിയെങ്കിൽ പോലും യേശുദാസിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പോൾ മത്തായി കാര്യം തിരക്കി സുഹൃത്തിനോട്, എന്താ നീ മദ്രാസിൽ പോവുകയല്ലേ, എന്നിട്ട് എന്താ നിൻ്റെ മുഖം ഇങ്ങനെ ഒരു തേളുകുത്തിയിലിരിക്കുന്നത്, എന്താ കാര്യം പറ എന്ന് പറഞ്ഞു. യേശുദാസ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. കള്ളവണ്ടി കയറേണ്ട സാഹചര്യമാണ് സുഹൃത്തെ എന്ന് പറഞ്ഞു. കാരണം കയ്യിൽ ടിക്കറ്റ് എടുക്കാനുള്ള കാശില്ല. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത്രയും പെട്രോൾ ലാഭിക്കാമായിരുന്നു എന്നാണ് മത്തായിയുടെ മറുപടി. എന്ന് പറഞ്ഞിട്ട് മത്തായി വണ്ടി വീണ്ടും പോയ വഴിക്ക് തിരിച്ച് വിട്ടു, നേരെ തോപ്പും പടിക്ക് വിട്ടു. അപ്പോൾ കാറ് പതിവായി നന്നാക്കുന്ന
വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ മത്തായി കാർ കൊണ്ട് നിർത്തി. അവിടെ ഇറങ്ങി ആ വർക്ക്ഷോപ്പ് ഉടമയിൽ നിന്ന് ഒരു 30 രൂപ കടം വാങ്ങിച്ചു. കൈവശമുള്ളതും ചേർത്ത് 58 രൂപയാണ് യേശുദാസിന് മദ്രാസിൽ പോകാനായിട്ട് സുഹൃത്ത് മത്തായി കൊടുത്തത്. ഇവിടെയൊക്കെയോ ശതകോടീശ്വരനായിട്ട് പോലും എവിടെയൊക്കെയോ പരിപാടികളിൽ യേശുദാസ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇന്നും ഞാൻ മത്തായി എന്ന് പറഞ്ഞ സുഹൃത്തിന് 58 രൂപ കടക്കാരനാണെന്ന് പറയാറുണ്ട്. കാരണം ഇത്രയും ശതകോടീശ്വരനായിട്ട് അദ്ദേഹം ആ 58 രൂപ തിരിച്ചു കൊടുത്തില്ല. ചെന്നൈ സെൻട്രലിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ നിർമ്മാണ കമ്പനിയുടെ ആൾക്കാർ വന്ന് നിന്നിരുന്നു കൊണ്ടുപോകാൻ. കൊച്ചു പയ്യനല്ലേ, പുതിയ പയ്യനല്ലേ, ആദ്യമായിട്ട് മദ്രാസ് വരുന്നതല്ലേ. അതുകൊണ്ട് നിർമ്മാണ കമ്പനിയിൽ നിന്ന് കാർ വന്നിരുന്നു. അക്കാര്യങ്ങൾക്ക് നമ്പ്യത്ത് വളരെ എന്താ പറയുക കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. മൈലാപ്പൂരിലെ റോയപ്പേട്ട ഹൈറോഡിലുള്ള അജന്ത ഹോട്ടലിലാണ് പ്രൊഡ്യൂസർ നമ്പ്യത്തും സംവിധായകൻ KS ആൻ്റണിയും താമസിക്കുന്നത്. റെക്കോർഡിങ്ങിന് 2 മാസമെങ്കിലും വേണ്ടിവരും, ഏതായാലും ഇനി മടങ്ങിപ്പോകണ്ട എന്ന് സംവിധായകൻ പറഞ്ഞു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണം, റെക്കോർഡിംഗ് തീയതിയും നമ്മുടെ എന്ന് റെക്കോർഡ് ചെയ്യുമെന്നും എന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നു എല്ലാം അറിയാമല്ലോ. അപ്പോൾ ദാസപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോട്ടലിൽ വരണം എന്ന് പറഞ്ഞു. യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മദ്രാസിൽ അഗസ്റ്റിൻ ജോസഫിൻ്റെ ഒരു ബന്ധു താമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധു വീട്ടിലേക്ക് താമസത്തിന് ചെന്നു. തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ തീവ്രത ആരോടും യേശുദാസ് ഷെയർ ചെയ്തില്ല. അഭിമാനിയായതുകൊണ്ട് അതൊന്നും പുറത്തു പറഞ്ഞില്ല. പലപ്പോഴും പൈപ്പ് വെള്ളമായിരുന്നു ഭക്ഷണം. മെറീന ബീച്ചിലൂടെയൊക്കെ അലഞ്ഞ് നടന്ന് ദിവസങ്ങൾ തള്ളി നീക്കി. വീട്ടിലേക്ക് കത്തെഴുതാൻ പോലും കത്തെഴുതുകൾ മാത്രമാണ് ആകെപ്പാടെ മുടക്കാത്തൊരു കാര്യം. ബാക്കി ആഹാരം അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും മുടങ്ങി. കത്ത് മാത്രം കൃത്യമായി വീട്ടിലേക്ക് എഴുതുമായിരുന്നു. മദ്രാസിലെത്തുന്ന നവാഗതർക്ക്, പ്രത്യേകിച്ച് പട്ടിണിയും പൈപ്പ് വെള്ളവും കുടിച്ച് നടക്കുന്നവർക്ക് വരുന്ന ടൈഫോയിഡ് ഫീവർ, അങ്ങനെ ഒരു പനി മദ്രാസിൽ ആദ്യമായിട്ട് ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത് യേശുദാസിനും പിടിച്ചു. ഡോക്ടർ പറഞ്ഞു, പാടാൻ വന്നിരിക്കുന്ന പുതുമുഖ ഗായകന് ടൈഫോയിഡാണ് പിടിച്ചിരിക്കുന്നത്, നിങ്ങളതുകൊണ്ട് സമ്പൂർണ്ണ വിശ്രമം നിങ്ങൾക്ക് വേണമെന്ന് യേശുദാസിനോട് ഡോക്ടർ പറഞ്ഞു. എന്തൊക്കെ മരുന്നുകളൊക്കെ എഴുതി വിട്ടു. വീട്ടിൽ കമ്പിളി പുതച്ച് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ പാടാൻ വന്നിരിക്കുന്ന പുതുമുഖ ഗായകന് ടൈഫോയിഡ് പിടിച്ചു എന്നുള്ള വാർത്ത നമ്പ്യത്തും KS ആൻ്റണിയും അറിഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ രാമൻ നമ്പ്യത്ത് പറഞ്ഞത്, പനി സാരമാക്കണ്ട, ആ കുട്ടി തന്നെ പാടട്ടെ എന്നായിരുന്നു. ആര് പറയും? ഇന്നത്തെ കാലത്ത് ആര് പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവന് പനിയോ ടൈഫോയിഡോ എന്തോ ആവട്ടെ, പക്ഷേ നമ്മുടെ പടത്തിൽ അവൻ പാടിയിരിക്കും. അവനെ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ വരുത്തിയത്. സിനിമയിൽ ഒരു പാട്ടെങ്കിലും പാടണം എന്ന മോഹവുമായി സ്റ്റുഡിയോയുടെ പുറത്ത് കാത്തു നിൽക്കുന്ന ഫോർട്ട് കൊച്ചിക്കാരൻ യുവാവിൻ്റെ നിഷ്കളങ്ക മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ മറിച്ചൊന്നും പറയാൻ രാമൻ നമ്പ്യത്തിന് കഴിഞ്ഞില്ല. നിർമ്മാതാക്കളാണ് ഇവിടെ, ഇപ്പം പേരെടുത്ത് ഞാൻ പറയുന്നില്ല, വേറെ ചില കൊച്ചിയിലുള്ള നിർമ്മാതാക്കളായിരുന്നെങ്കിൽ, പഴയകാല നിർമ്മാതാക്കളായിരുന്നെങ്കിൽ അപ്പം തന്നെ ഇയാളെ അടുത്ത വണ്ടി പൊയ്ക്കോന്ന് പറഞ്ഞാൽ വണ്ടി കൂലി പോലും കൊടുക്കില്ല. പക്ഷേ നമ്പ്യത്തിന് മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ്റെ അടങ്ങാത്ത മോഹം എന്താണെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പനിയൊന്നും നോക്കണ്ട, അയാൾ പാടട്ടെ എന്നായി. അപ്പോൾ KS ആൻ്റണി പറഞ്ഞു, നമ്പ്യത്ത് സാർ, ഇത് കുട്ടിക്കളിയല്ല, ലക്ഷങ്ങൾ മുടക്കിയുള്ള ഇടപാടാണ്. പടം പൊട്ടാതെ നോക്കാനുള്ള ബാധ്യത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. നമുക്ക് മറ്റേ ആരെങ്കിലും വിളിക്കുന്നതാകും ബുദ്ധി എന്നായിരുന്നു സംവിധായകൻ KS ആൻ്റണി പറഞ്ഞത്. യുക്തിക്ക് വാങ്ങിക്കൊടുക്കുന്ന ആളല്ല, യുക്തിക്ക് വഴങ്ങിക്കൊടുക്കുന്ന ആളല്ല നമ്മുടെ രാമൻ നമ്പ്യത്ത്. വികാരം യുക്തിയെ കീഴ്പ്പെടുത്തിയ ഘടകങ്ങളാണ് നമ്പ്യത്തിൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. പടം പൊട്ടിയാൽ പൊട്ടട്ടെ, എന്നാലും ഞാൻ വാക്കുകൊടുത്ത, ഒരുപാട് ആഗ്രഹങ്ങൾ കൊടുത്ത ആ ചെറുപ്പക്കാരന് ഒരു പാട്ടെങ്കിലും ഞാൻ പാടിച്ചിരിക്കും എന്ന് നമ്പ്യത്ത് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ 1961 നവംബർ 14 ഭരണി സ്റ്റുഡിയോയിൽ കാൽപ്പാടുകൾക്കായി റെക്കോർഡിംഗ് ആരംഭിച്ചു. ആദ്യത്തെ 2 ഗാനം ഉദയഭാനു ചേട്ടനാണ് പാടിയത്. അടുത്തത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കവിതാ ശകലമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നുള്ള യേശുദാസ് ഇപ്പോഴും വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ഇപ്പോഴും എവിടെ ഏത് സ്റ്റേജിൽ വന്നാലും അദ്ദേഹം ആദ്യം പ്രസംഗിക്കുന്നതിന് മുമ്പ് പാടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചൊല്ലുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രശസ്തമായ കീർത്തനം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും
സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. മാതൃകാ സ്ഥാനമാണിത്. മാതൃകാ സ്ഥാനമാണിത്. ആ 4 വരി ശ്ലോകം പുതിയ പയ്യൻ പാടട്ടെ എന്നായി. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ യേശുദാസിനെ പാടാൻ വിളിച്ചു. 2 റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ തന്നെ മ്യൂസിക് ഡയറക്ടറായ എം പി ശ്രീനിവാസൻ പറഞ്ഞു, കൊള്ളാം, ഇനി നമുക്ക് ഫൈനലായിട്ട് റിഹേഴ്സൽ നോക്കാം. 2 റിഹേഴ്സൽ കഴിഞ്ഞാൽ പറഞ്ഞു, ഒരുപാട് റിഹേഴ്സലൊന്നും വേണ്ട, നന്നായിട്ട് പാടുന്നുണ്ട്, നമുക്കൊരു ഫൈനൽ റിഹേഴ്സൽ നോക്കിയിട്ട് ടേക്ക് എടുക്കാമെന്ന് എം പി ശ്രീനിവാസൻ പറഞ്ഞു. അങ്ങനെ വിശദീകരിച്ച് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ വരണം, ഇവിടെ ഇങ്ങനെ വരണം, ആ വാക്ക് ഇങ്ങനെ പാടണം എന്നൊക്കെ പറഞ്ഞ് വിശദമായി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞാൽ നമുക്ക് ടേക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സംഗീത സംവിധായകൻ ഓക്കെ പറഞ്ഞു, പാടിക്കൊള്ളാൻ പറഞ്ഞു. കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പാടിക്കഴിഞ്ഞതും ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞു. അപ്പോൾ അകത്ത് നിന്ന് കൺസോളിൽ നിന്ന് ഡൺ എന്ന് കാണിച്ചപ്പോൾ കൈകൊണ്ട് MBS കാണിച്ചപ്പോൾ യേശുദാസിന് സന്തോഷമായി. ഫൈനൽ റിഹേഴ്സൽ ഓക്കെ, ഇനി ടേക്ക് എടുത്താൽ മതി. ടേക്കിനായി കൺസോളിൽ യേശുദാസ് കാത്തു നിന്നു. അപ്പോൾ മൈക്കിലൂടെ ഒരു നിർദ്ദേശം വന്നു, നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. അവിടെ കയറി നിൽക്കണ്ട, ടേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ യേശുദാസ് പരിഭ്രമിച്ചു പോയ സന്ദർഭമായിരുന്നു. കാരണം പനിയുടെ നല്ല ക്ഷീണമുണ്ട്, പട്ടിണിയുടെ നല്ല അനാരോഗ്യമുണ്ട്. പാടിയത് കേട്ട സംഗീത സംവിധായകന് തളർന്ന ശബ്ദത്തിൽ ആലാപനം ഇഷ്ടപ്പെട്ടിരിക്കില്ല എന്ന് യേശുദാസിൻ്റെ ഉപബോധ മനസ്സ് പറഞ്ഞു. അമ്പരപ്പോടെ പുറത്തു വന്ന യേശുദാസിനെ എം പി ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, റെക്കോർഡിംഗ് കഴിഞ്ഞു, യേശുദാസ് നന്നായി പാടി. ഫൈനൽ റിഹേഴ്സൽ എന്നത് ടേക്കായിരിക്കുമെന്ന് യേശുദാസ് ചിന്തിച്ചതേയില്ല. പുതിയൊരാളോട് ഇനി നമുക്ക് ടേക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന സംഭ്രമം ഒഴിവാക്കാനായിട്ടാണ് എം പി ശ്രീനിവാസൻ അങ്ങനെ ഒരു കൗശലം ഒപ്പിച്ചത്. ഫൈനൽ റിഹേഴ്സൽ എന്നത് യേശുദാസിൻ്റെ മുഖത്ത് എന്താ പറയുക, ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. മനസ്സിലും ടെൻഷൻ വരണ്ടല്ലോ, ഇനിയൊരു ടേക്ക് കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായി ഫൈനൽ റിഹേഴ്സലിൽ പാടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മതി കേട്ടോ, ഇങ്ങനെ നിങ്ങൾ ടേക്കിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ, ടേക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും, അയ്യോ ടേക്ക് എടുക്കാൻ പോകണം എന്നുള്ള ടെൻഷൻ വരുമല്ലോ. അത് വരാതിരിക്കാനാണ് എം പി ശ്രീനിവാസൻ അങ്ങനെ ഒരു അടവ് കാണിച്ചത്. യേശുദാസിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പുതിയ ഗായകൻ്റെ പാട്ട് എല്ലാവർക്കുമായി കേട്ടു നോക്കാമെന്ന് എം പി ശ്രീനിവാസൻ പറഞ്ഞു. സ്റ്റുഡിയോയിലെ സ്പീക്കറിലൂടെ ജാതിഭേദം മതദ്വേഷം എന്നുള്ള നാരായണ ഗുരുസ്വാമിയുടെ കീർത്തനം യേശുദാസിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ഒഴുകി വന്നു. ആ പാട്ട് കേട്ടുകൊണ്ടാണ് കൺസോളിലേക്ക് കയറി വന്നത് മൂവി ലാൻഡ് എന്ന് പറഞ്ഞ അക്കാലത്തൊരു വലിയ സിനിമ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. മൂവി ലാൻഡിൻ്റെ പത്രാധിപർ KV വാസുദേവൻ ഈ യേശുദാസ് പാടിയ ജാതിഭേദം മതദ്വേഷം എന്നുള്ള കീർത്തനം സ്പീക്കറിലൂടെ ഒഴുകി വരുന്ന സമയത്താണ് കൺസോളിലേക്ക് കയറി വന്നത്. ആ ശ്ലോകം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം തിരക്കി, ആരുടേതായി ഈ പുതിയ ശബ്ദം എന്ന് ചോദിച്ചു.